ആലപ്പുഴ ഹൈബ്രിഡ് കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെയും മോഡൽ സൗമ്യയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണ്. ഡിജിറ്റൽ രേഖകൾ മുൻനിർത്തിയാണ് ചോദ്യം ചെയ്യൽ. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. മനീഷ്, ഈ ആലപ്പുഴയിലെ ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അതിൽ അറസ്റ്റിലായ തസ്ലീമയ്ക്ക് ഇവരുമായുള്ള ബന്ധം സംബന്ധിച്ച കാര്യങ്ങളാണോ, അതായത് തസ്ലീമയിൽ നിന്ന് ഇവർ ഹൈബ്രിഡ് കഞ്ചാവ് വാങ്ങിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണോ എക്സൈസിന് അറിയാനുള്ളത്? ഷൈൻ ടോം ചാക്കോയെയും ഒപ്പം തന്നെ മോഡൽ സൗമ്യയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത് ഏതുവരെ എത്തിയിട്ടുണ്ട്? എന്തൊക്കെയാണ് വിവരം? ഈ കേസുമായി ബന്ധപ്പെട്ട് എക്സൈസിന് ഉറപ്പുണ്ട് ഇവർക്ക് ലഹരി ഇടപാടുമായി ബന്ധമുണ്ടെന്ന്. പക്ഷേ അതിന് കാതലായ തെളിവുകൾ വേണം. ഇവരുടെ ഫോൺ പരിശോധനയിൽ നിന്നുമൊക്കെ തന്നെ ഇവരുമായി ചാറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ഹിസ്റ്ററിയൊക്കെ തന്നെ എക്സൈസ് അംഗം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുമായി പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള മൊഴി ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ഉണ്ടാവണം. ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയും ഒപ്പം തന്നെ എറണാകുളത്തെ ഈ മോഡൽ സൗമ്യയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിന് കാരണം ഇരുവരും തമ്മിൽ, അതായത് തസ്ലീം, ഈ കേസിലെ പ്രതി തസ്ലീമയും ഷൈൻ ടോം ചാക്കോയും ഈ സൗമ്യയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവർ തമ്മിലൊരു ട്രയാങ്കിൾ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ കോൺവെർസേഷൻ ഒക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ ഇവർ 3 പേര് തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും ശ്രീനാഥ് ഭാസിക്ക് പക്ഷേ ഈ 3 പേർ തമ്മിലുള്ള ഇടപാടുകൾ പങ്കില്ല. പക്ഷേ ഇതിൽ എക്സൈസ് സംഘം ശ്രീനാഥ് ഭാസിയെ വിളിച്ചു വരുത്താനുള്ള കാരണം ഈ മാർച്ച് മാസം 1-ാം തീയതിയാണ് ഇവരെ പിടികൂടുന്നത് ഹൈബ്രിഡ് കഞ്ചാവുമായി. അതിന് 2 ദിവസങ്ങൾക്ക് മുൻപാണ് ശ്രീനാഥ് ഭാസിക്ക് ഈ തസ്ലീമ മെസ്സേജ് അയക്കുന്നത്, ഈ ഹൈബ്രിഡ് കഞ്ചാവ് വേണമോ എന്നുള്ള ചോദ്യം, വെയിറ്റ് എന്ന മറുപടിയുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീനാഥ് ഭാസി വിളിച്ചിട്ടുള്ളത്. പക്ഷേ ഈ കേസിൽ ഷൈൻ ടോം ചാക്കോയും സൗമ്യയും തസ്ലിമയും തമ്മിലുള്ള ബന്ധം അതെന്താണെന്നുള്ള കാര്യം കൃത്യമായ വിവരം തേടലാണ് ഈ ചോദ്യം ചെയ്യൽ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഈ സ്വർണ്ണക്കടത്ത് അതുപോലെ തന്നെ പെൺവാണിപ്പുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് കിട്ടുന്ന ഡാറ്റകൾ അല്ലെങ്കിൽ വിവരങ്ങൾ സംബന്ധിച്ച് പോലീസിനും അത് കേന്ദ്ര ഏജൻസികളായിട്ടുള്ള കസ്റ്റംസ് അടക്കമുള്ള ഏജൻസികൾ അത്തരം വിവരങ്ങൾ കൈമാറും. പ്രധാനമായും ഈ നാർക്കോട്ടിക് വിഷയമല്ലാത്ത വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എക്സൈസിന് അവരുടെ പരിധിയിൽ വരാത്തത് കൊണ്ട് അത്തരം വിഷയങ്ങൾ കൂടി കൂടി ഇവരുടെ പക്കൽ നിന്ന് എടുത്ത ശേഷം ആ വിവരങ്ങൾ കൈമാറുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി മറ്റ് ചില ഏജൻസികൾ കൂടി ഇവർക്ക് ഈ വിധത്തിൽ സ്വർണ്ണക്കടത്തിലോ അല്ലെങ്കിൽ പെൺവാണിപത്തിലോ ഇപ്പോഴുള്ള നടന്മാർക്കോ മോഡലിനോ പങ്കുണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. ഇപ്പോൾ 2 മണിക്കൂർ അധികം സമയമായി 3 പേരെയും ചോദ്യം ചെയ്തു വരികയാണ്. 3 പേരെയും ആദ്യം ഒറ്റക്കിരുത്തിയും പിന്നീട് ഷൈൻ ടോം ചാക്കോയെയും സൗമ്യയെ ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്തു വരുന്നു. ഉച്ചയ്ക്ക് ശേഷം ചോദ്യം ചെയ്യൽ കഴിയില്ല. വൈകിട്ടോടുകൂടി മാത്രമേ ചോദ്യം ചെയ്യൽ പൂർത്തിയാവുകയുള്ളൂ. ഈ ചോദ്യം ചെയ്യൽ നിന്നും ഇവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിൽ ഉള്ള തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായും ഈ കേസിൽ പ്രതി ചേർക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടി തള്ളിക്കളയാനാവില്ല. ഈ മോഡൽ സൗമ്യ ഇന്ന് വളരെ ലാഘവത്തോടു കൂടിയാണ് ഇന്ന് ഈ ചോദ്യം ചെയ്യലിന് പോലും ആലപ്പുഴയിലേക്ക് എത്തിയത്. താൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ താനത് ഇൻസ്റ്റാഗ്രാം റീലിലൂടെ പങ്കുവെക്കുന്നതാണ്. പക്ഷേ ഇക്കാര്യം താനത് പറയുന്നില്ല എന്ന തരത്തിൽ ലാഘവത്തോടെ ഒരു റീല് പങ്കുവെച്ചുകൊണ്ടാണ് ഇന്ന് ആലപ്പുഴയിലെത്തിയത്. ഷൈൻ ടോം ചാക്ക ആകട്ടെ ബാംഗ്ലൂരിൽ നിന്നാണ് എത്തിയത്. താൻ വരുന്നത് ഡി അഡിക്ഷൻ സെൻറ്ററിൽ അവിടെ ചികിത്സയിലാണ്. തനിക്ക് 1 മണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ. തന്നെ ഷൂട്ടിംഗ് അടക്കമുള്ള മറ്റ് തിരക്കുകളൊക്കെ തന്നെ മാറ്റിവെച്ചാണ് താൻ ഇന്ന് ഇവിടെ എത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം തന്നെ തനിക്ക് മടങ്ങി ബാംഗ്ലൂരിലോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. പിതാവിനൊപ്പമാണ് താൻ വന്നത് എന്ന് ഇന്നലെ തന്നെ വരുന്നതെന്നുള്ള കാര്യമൊക്കെ ഇന്നലെ തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. പക്ഷേ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള കാര്യങ്ങളില്ലാതെ, നടപടികളൊന്നും പൂർത്തീകരിക്കാതെ ആരെയും അവരുടെ അവകാശം എന്ന രീതിയിൽ അവർ പോകണമെന്ന് പറഞ്ഞാൽ പോലും അവരെ വിട്ടയക്കുകയില്ല. കൃത്യമായ വിവരങ്ങൾ 3 പേരിൽ നിന്നും തേടണം. നാളെ ചോദ്യം ചെയ്യുന്നത് ബിഗ് ബോസ് താരമായ ജിൻഡോയും ഒപ്പം തന്നെ സിനിമാ മേഖലയിലെ നിർമ്മാണ സഹായമായിട്ടുള്ള ജോഷിയെ കൂടിയാണ്. എന്തുകൊണ്ടാണ് അവരെ ഇന്ന് വിളിച്ചു വരുത്താതെ? നേരത്തെ അവരോട് ഇന്ന് ഹാജരാകാൻ പറഞ്ഞിട്ട് പക്ഷേ അത് അടുത്ത ദിവസത്തേക്ക് മാറ്റുകയായിരുന്നു. അങ്ങനെ സാമ്പത്തിക ഇടപാടുകൾ, ലഹരി ഇടപാടുകൾ, സ്വർണ്ണക്കടത്ത്, പെൺവാണിപ്പ് വിഷയം സംബന്ധിച്ചൊക്കെ തന്നെ വിശദമായ ചോദ്യാവലി തയ്യാറാക്കി അതിനൊക്കെ തന്നെ ഉത്തരം തേടിയ ശേഷം മാത്രമേ 3 പേരെയും ഇന്ന് വിട്ടയക്കുകയുള്ളൂ. ഗോപി, ശരി. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെയും മോഡൽ സൗമ്യയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണ്. ഡിജിറ്റൽ രേഖകൾ മുൻനിർത്തിയാണ് ഈ ചോദ്യം ചെയ്യൽ. 2 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ട്. മനീഷ് മഹിപാൽ അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് നമ്മളുമായി പങ്കുവയ്ക്കുകയായിരുന്നു.